നമസ്കാരം. ഇതാണ് കതിരൂർ സൂര്യനാരായണ ക്ഷേത്രം. തലശ്ശേരിയിൽ നിന്ന് 8 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രമുഖ ക്ഷേത്രമാണ് കതിരൂർ സൂര്യനാരായണ ക്ഷേത്രം. സൂര്യന്റെ നാട് എന്നർത്ഥം വരുന്ന കതിരവപുരം എന്ന വാക്കിൽ നിന്നാണ് കതിരൂർ എന്ന പേര് ഉണ്ടായതത്രേ. ഐതിഹ്യം അനുസരിച്ചിട്ട് ഈ ക്ഷേത്രത്തിന്റെ വേരുകൾ രാമായണത്തിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. സീതാദേവിയെ അന്വേഷിച്ച് ലങ്കയിലേക്കുള്ള യാത്രാമധ്യേ ശ്രീരാമൻ മക്രേരി, പെരളശ്ശേരി ക്ഷേത്രങ്ങളിൽ സുബ്രഹ്മണ്യന്റെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. കതിരൂരിൽ താമസിക്കുന്ന വൈദിക ബ്രാഹ്മണർ ഇതറിഞ്ഞപ്പോൾ ധ്യാനത്തിലായി. അവരുടെ ഭക്തിയിൽ സന്തുഷ്ടനായ ശ്രീരാമൻ കതിരൂരിലെത്തി അവരെ അനുഗ്രഹിച്ചു. ഭൂമിയിൽ സൂര്യദേവന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ ശ്രീരാമൻ ഇവിടെ സൂര്യനാരായണന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചു എന്നാണ്. ഈ ക്ഷേത്രത്തിനെ പറ്റി വേറൊന്ന് പറയുന്നത്, രാവണനുമായുള്ള യുദ്ധത്തിനിടയിൽ ശ്രീരാമൻ ആശയക്കുഴപ്പത്തിലായപ്പോൾ അഗസ്ത്യമുനി അദ്ദേഹത്തിന് ആദിത്യ ഹൃദയ മന്ത്രം, അതായത് സൂര്യദേവനെ സ്തുതിക്കുന്ന ഒരു മന്ത്രം നൽകി എന്നാണ് പറയുന്നത്. ഈ മന്ത്രം 3 തവണ ജപിച്ച ശേഷം ശ്രീരാമൻ രാവണനെ പരാജയപ്പെടുത്തിയത്രേ. ഈ വിജയത്തിന് ശേഷം അദ്ദേഹം കതിരൂരിലെത്തി സൂര്യനാരായണന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചു എന്നും ഐതിഹ്യമുണ്ട്. ശ്രീകോവിലിന് മുകളിലുള്ള ചുമർ ചിത്രങ്ങളും അതുപോലെ തന്നെ ദാരുശില്പവും ഇതൊക്കെ ഇവിടെ വന്ന് പ്രത്യേകം കാണേണ്ടത് തന്നെയാണ് കേട്ടോ. ഈ ക്ഷേത്രത്തിലെ സമയം എന്ന് പറയുന്നത് രാവിലെ 5 മുതൽ 11 വരെയും വൈകുന്നേരം 5 മുതൽ 8 മണി വരെയും ആണ് കേട്ടോ. സൂര്യഭഗവാന്റെ അനുഗ്രഹം തേടി ധാരാളം വിശ്വാസികൾ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കതിരൂർ സൂര്യനാരായണ ക്ഷേത്രം കേട്ടോ. ഈ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചാൽ സൂര്യഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുമെന്നും സൂര്യദശാകാലം നന്നാവുമെന്നും ജാതകത്തിലെ മറ്റ് ഗ്രഹദോഷങ്ങൾ അകലുമെന്നും വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ നവഗ്രഹ പൂജ, നവഗ്രഹങ്ങളുടെ നാഥനായിട്ടുള്ള ആദിത്യൻ പൂർണ്ണ ചൈതന്യത്തോടു കൂടി കുടികൊള്ളുന്നു എന്നും എല്ലാ മാസവും 2ാമത്തെ ശനിയാഴ്ച നടക്കുന്ന നവഗ്രഹ പൂജയ്ക്ക് അനവധി ഭക്തരാണ് ഈ ക്ഷേത്രത്തിൽ പങ്കെടുക്കാറുള്ളത്. മംഗല്യഭാഗ്യത്തിനായിട്ട് വിശ്വാസികൾ ആശ്രയിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇത്. എല്ലാ തിങ്കളാഴ്ചകളിലും ഇവിടെ സ്വയംവര പൂജ നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. വിവാഹ തടസ്സം നേരിടുന്നവരും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ സ്വയംവര പൂജയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ നല്ല ഫലസിദ്ധി ഉണ്ട് എന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെ പറ്റി പറയുകയാണെങ്കിൽ, വിഷ്ണു സങ്കല്പത്തിൽ സൂര്യനാരായണനും ശിവസങ്കല്പത്തിൽ മാർത്താണ്ഡ ശിവനും ദേവീ സങ്കല്പത്തിൽ ഗായത്രിയുമാണ് ഇവിടുത്തെ സൂര്യദേവൻ എന്നാണ് വിശ്വാസം. സൂര്യനും മഹാവിഷ്ണുവും കൂടിച്ചേർന്ന അത്യപൂർവ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ്. ഉപദേവതകളായിട്ട് ശ്രീ പരമേശ്വരനും ഗണപതിയും ഉണ്ട്.
നിങ്ങൾ ആദിത്യ ഹൃദയം സ്തോത്രം ജപിക്കുന്നവരാണോ? നിങ്ങൾക്കറിയില്ലേ ആദിത്യ ഹൃദയം മന്ത്രം? സന്താപനാശകരായ നമോ നമ, അന്ധകാരാന്തകാരായ നമോ നമ, ചിന്താമണി ചിദാനന്ദായ തേ നമ, നീഹാരനാശകരായ നമോ നമ, മോഹവിനാശകരായ നമോ നമ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേ നമ, സ്ഥാവരജംഗമാചാര്യായ തേ നമ, ദേവായ വിശ്വക സാക്ഷിണേ തേ നമ, സത്വപ്രധാനായ തത്വായ തേ നമ, സത്യസ്വരൂപായ നിത്യം നമോ നമ. ഈ ഒരു മന്ത്രത്തിന് വളരെയധികം പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ് കതിരൂർ സൂര്യനാരായണ സ്വാമി ക്ഷേത്രം. ഇവിടെ കയറുന്ന സമയത്ത് തന്നെ, ഈ ക്ഷേത്രത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് തന്നെ മുമ്പിൽ ഈ ആദിത്യ ഹൃദയ മന്ത്രം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ. ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ. ക്ഷേത്രത്തിലെ ഞാൻ പറയാത്ത കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാകും, അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഇവിടെ പങ്കുവെക്കൂ. ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ആ സൂര്യനാരായണ മൂർത്തി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.